إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട് ആണ് നമ്മൾ ഖുതുബയിൽ സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വെള്ളിയാഴ്ച ഇതുപോലെ ജുമാക്കെത്താൻ നമുക്ക് ആഫിയത്തുണ്ടെങ്കിൽ, ആയുസ്സുമുണ്ടെങ്കിൽ റമളാനിൽ പ്രവേശിച്ച് റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചക്കായിരിക്കും നമ്മൾ സാക്ഷികളാവുക. ഇനി അത്ര കുറഞ്ഞ ദിവസമാണ് ഒരു റമളാന് കൂടെ നമ്മിലേക്ക് വന്നെത്താനുള്ള വിടവ് ബാക്കിയുള്ളത്. സ്വാഭാവികമായും പരിശുദ്ധ റമളാൻ മാസത്തിൽ വിശ്വാസികളായ ആളുകൾ അവരുടെ തീരുമാനങ്ങളും സ്വഭാവങ്ങളും പ്രവർത്തനവും ഒക്കെ അനുസരിച്ച് 2-3 വിഭാഗം ആളുകൾ ഉണ്ടാകാറുണ്ട്. റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ റമളാനിൽ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു തഖ്വയെക്കുറിച്ച് ആലോചിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും എന്നിട്ട് നമ്മുടേതായ ഭൗതിക തിരക്കുകൾക്കും സാഹചര്യങ്ങൾക്കും ഇടയിൽ നിന്ന് എൻ്റെ പോരായ്മകളെ മനസ്സിലാക്കി നികത്തി തഖ്വ വർദ്ധിപ്പിക്കാൻ വേണ്ട പരിശ്രമങ്ങൾ നടത്തുന്നവരുണ്ട്. ഒരു വിഭാഗം ആളുകൾ പ്രത്യേകമായ മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെ, അത് കേവലം ജീവിതത്തിൻ്റെ ക്രയവിക്രയങ്ങളിൽ വരുന്ന ഒരു മാറ്റം എന്നതിനപ്പുറത്ത് റമളാൻ മാറ്റങ്ങളോ സ്വാധീനങ്ങളോ ഒന്നും ചെലുത്താതെ കടന്നു പോകുന്നവരുണ്ട്. മറ്റൊരു വിഭാഗം റമളാനിൻ്റെ നന്മകളെക്കുറിച്ച് ഒരു നിലക്കുമുള്ള ആലോചനകളില്ലാതെ, അതിന് കീഴ്പ്പെട്ടു കൊടുക്കാതെ അവരുടെ തോന്നിവാസങ്ങൾ തന്നെ തുടർന്നു പോകുന്ന ഒരു വിഭാഗം ആളുകളും ഉണ്ടാകാറുണ്ട്. നമ്മൾ ഇതിലേതിൽ പെടണമെന്നത് തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും നമ്മളാണ്. നമ്മുടെ ഒരു തീരുമാനം എന്താണ്, നമ്മുടെ ആലോചന എന്താണ്, അതിനനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. റമളാനിന്റെ 1-ാമത്തെ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് നടത്തുമായിരുന്ന ഉത്ബോധനം, വ്യത്യസ്തങ്ങളായ സമയങ്ങളിലെ പ്രയോഗങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു എന്നാണ് സ്വഹാബികൾ ഒരുമിച്ച് കൂട്ടിയിരുത്തി, അതാക്കും ഷഹ്റു റമളാൻ ഷഹ്റുൽ മുബാറക്, നിങ്ങളുടെ അരികിലേക്ക് ഇതാ റമളാൻ മാസം വന്നിരിക്കുകയാണ്. ഇതൊരു അനുഗ്രഹീത മാസമാണ്. റമളാനിന്റെ രാവും പകലുമെല്ലാം അനുഗ്രഹീതമാണ്. അത് കുറെ കാലങ്ങളായി ആ നിലക്ക് തന്നെയാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻജീൽ അവതരിപ്പിച്ചതും അതുപോലെ തന്നെ തൗറാത്ത് അവതരിപ്പിച്ചതും ഖുർആൻ അവതരിപ്പിച്ചതും എല്ലാം റമളാൻ മാസത്തിലാണ്.
അങ്ങനെ ഒരു വേളയിൽ പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പ് തന്നെ റമദാൻ അള്ളാഹു ഒരുപാട് നിലക്കുള്ള മാറ്റങ്ങളുടെ അല്ലെങ്കിൽ വലിയ വലിയ തീരുമാനങ്ങളുടെ കാരണമായി തിരഞ്ഞെടുത്തിട്ടുള്ള മാസമാണ്. അത് മനുഷ്യരിൽ മാറ്റമുണ്ടാക്കാൻ പര്യാപ്തമായ ഒന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ മാസം എങ്ങനെയാണ് അനുഗ്രഹീതമാകുന്നത്? അതിന്റെ രാവും പകലും അനുഗ്രഹീതമായ മാസമാണ്. പകല് സമയങ്ങളിൽ വിശ്വാസികൾ 5 പഞ്ചസ്തംഭം എന്ന് നമ്മൾ പറയുന്ന 5 തൂണുകളിൽ ഇസ്ലാമിന്റെ റുക്നുകളായ 5-ൽ 1 നടപ്പിലാക്കുന്ന സമയമാണ് റമദാൻ. നിർബന്ധിതമായ നോമ്പ് പകൽ സമയങ്ങളിൽ അനുഷ്ഠിക്കുന്ന സമയമാണ്. രാത്രി സമയം അവർ ആ നോമ്പിന്റെ ക്ഷീണമില്ലാതിരിക്കുന്ന സമയത്തെ കൂടുതൽ ഖുർആൻ പാരായണത്തിനും മറ്റുമായി പ്രയോജനപ്പെടുത്തുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ. ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, ആ രാത്രി 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാവാണത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹുരിമ ഖൈറുഹ ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലു. ആർക്കെങ്കിലും ആ രാത്രിയുടെ നന്മ തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ നന്മകളും തടയപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിധത്തിൽ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാവ് അള്ളാഹു സംവിധാനിച്ചത് ഈ റമദാൻ മാസത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. ആ ഹദീസിന്റെ തുടർച്ചയിൽ റമദാൻ ആഗതമാകുന്നതോടുകൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയിൽ കുറേ മാറ്റങ്ങൾ അള്ളാഹു സംവിധാനിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാകാത്ത, നമുക്ക് നേർക്കുനേരെ അനുഭവിക്കാൻ കഴിയാത്ത മാറ്റങ്ങളെ പ്രകൃതിയിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതെന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫുതിഹത് അബ്വാബുൽ ജന്ന വലം യുഗ്ലഖ് മിൻഹാ ബാബുൻ വഗുല്ലികത് അബ്വാബുൻ നാർ വലം യുഫ്തഹ് മിൻഹാ ബാബുൻ. സ്വർഗ്ഗ കവാടങ്ങളെല്ലാം ഒന്നൊഴിയാതെ മുഴുവൻ സ്വർഗ്ഗ കവാടങ്ങളും തുറന്നു വെച്ചിട്ടുണ്ട്. നരക കവാടങ്ങളെല്ലാം ഒന്നൊഴിയാതെ അത് അടച്ചു വെച്ചിട്ടുണ്ട്. ഒന്നും പിന്നെ തുറന്നതായി അവശേഷിക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വനാദ മുനാദിൻ, വിളിച്ചു പറയുന്നവൻ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വന്നോളൂ. വയാ ബാഗിയ ശർരി അഖ്സിർ, തിന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരെ നിങ്ങൾ ഇപ്പോൾ അടങ്ങി നിൽക്കൂ, ഇത് നിങ്ങൾക്ക് പറ്റിയ സമയമല്ല. അതുപോലെ തന്നെ വസുഫിദത്തി ഷയാത്തീൻ, അള്ളാഹു പിശാചിനെ ചങ്ങലക്കിടും. മറദത്തുൽ ജിന്ന്, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ പ്രലോഭിപ്പിക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും മോട്ടുള്ള പിശാചുകളൊക്കെ അള്ളാഹു ചങ്ങലക്കിടും. എന്നിട്ട് വലില്ലാഹി ഉതഖാഉ മിനൻ നാർ വദാലിക ഫി കുല്ലി ലൈലത്തിൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാനിന്റെ എല്ലാ രാത്രിയിലും അവന്റെ ഒരുപാട് അടിമകൾക്ക് നരകമോചനം നൽകുന്നുണ്ട്. റമളാനിന്റെ ഒരു രാത്രിയിലല്ല, റമളാനിന്റെ എല്ലാ രാത്രിയിലും അള്ളാഹു ഒരുപാട് അവന്റെ അടിമകൾക്ക് പാപമോചനം നൽകുന്നുണ്ട്, നരകമോചനം നൽകുന്നുണ്ട്. അഥവാ ആ റമളാനിന്റെ സമയം എത്തുന്നത് വരെ അവരുടെ പ്രവർത്തനങ്ങളെ നന്മയും തിന്മയുമായി മാറ്റി നിർത്തിയാൽ അതിൽ കനം തൂങ്ങുക തിന്മയുടെ പ്രവർത്തനങ്ങളാകുന്ന വിധത്തിൽ ലലാലത്തും ഹറാമും ഒക്കെ ഉണ്ടായിരുന്നവർ, ഫർളുകൾ മറന്നുപോയവർ, നഷ്ടം സംഭവിച്ചു പോയവർ, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എല്ലാ രാത്രിയിലും, റമളാനിന്റെ എല്ലാ രാത്രിയിലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇങ്ങനെ ഒരു വിശ്വാസിക്ക് ഏറ്റവും വലിയ അവസരത്തെ തുറന്നു കിട്ടുന്ന സമയമാണ് റമളാൻ. ഈ റമളാനിനെ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് എന്ന് തീരുമാനിച്ച് 3 വിഭാഗം ആളുകൾ റമളാനിനെ സ്വീകരിക്കുമ്പോൾ അത് നമ്മൾ എവിടെയാണ് ഉണ്ടാവുക? ഈ റമളാൻ കൊണ്ട് നേട്ടങ്ങൾ ഒരുപാടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നേട്ടങ്ങൾ നേടിയെടുക്കാൻ പര്യാപ്തമായ അതിനൊരുക്കം വേണം. ഒരു പരീക്ഷ പാസ്സാകണമെങ്കിൽ അതിൻ്റെതായ ഒരുക്കം വേണം. നമുക്ക് കച്ചവടം ചെയ്ത് ആ കച്ചവടത്തിനിടക്ക് നമ്മളെ കച്ചവടം മികച്ചു നിൽക്കണമെങ്കിൽ നല്ല ഹോംവർക്ക് നമ്മൾ ചെയ്യണം. അല്ലാതെ ഒരു നേരം വെളുത്ത് നടക്കുന്നത് നടക്കട്ടെ എന്ന് തീരുമാനിച്ച് ഒരു ഒഴുക്കൻ വട്ടിൽ പോകുന്നവർ സാധാരണ നിലക്ക് വിജയിക്കാറില്ല. അത് വളരെ 1 2 ഒക്കെ ആയി ഒരു എക്സെപ്ഷൻ കേസുകൾ ഉണ്ടാകും അങ്ങനെ വിജയിക്കുന്നവർ. അല്ലാതെ വിജയിക്കണമെങ്കിൽ തീരുമാനിക്കണം, ആ തീരുമാനങ്ങൾക്കനുസരിച്ച് അവരുടെ ജീവിതം ക്രമീകരിക്കണം. അപ്പോൾ മാത്രമേ അത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. റമളാനിന്റെ 1-ാമത്തെ രാത്രി പിറക്കുന്നതോടുകൂടെ ജീവിതക്രമത്തിൽ ഒഴുക്കിൽ അങ്ങനെ ഒഴുങ്ങിപ്പോകും. നടക്കുന്നത് നടക്കട്ടെ എന്ന് തീരുമാനിക്കുന്നവർക്ക് വലിയ ലാഭം കൊയ്യാൻ സാധിക്കുകയില്ല. മുന്നോട്ട് പോവുക ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതുപോലെ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സ്വർഗത്തിന്റെ മഗ്ഫിറത്തിന്റെ കാരുണ്യത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ അള്ളാഹു പറയുന്നത് നിങ്ങൾ തിരക്കിട്ട് നടന്നോളൂ എന്നാണ്. അമാന്തിച്ച് നിൽക്കുന്നവർ, തീരുമാനമെടുക്കാൻ കാത്തു നിൽക്കുന്നവർ, നാളെയാകട്ടെ എന്ന് വെക്കുന്നവർ, അവർക്കിവിടെ അവസരമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ നിലക്ക് നമ്മൾ ഒരുങ്ങിയോ? നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ? ചിലതൊക്കെ നന്നാക്കാൻ, നേരെയാകാൻ, ശുദ്ധിയാക്കാൻ നമ്മൾ ഒരു ഒരുക്കം നടത്തിയിട്ടുണ്ടോ? ഖുർആൻ നോമ്പ് നിർബന്ധമാക്കുന്നതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് തഖ്വയുണ്ടാകാൻ,
അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. തഖ്വ നേടിയെടുക്കാൻ സാധിക്കാത്ത നോമ്പ് അത് വൃഥാവിലായ പരിശ്രമം മാത്രമായിരിക്കും. അല്ലെ, എന്താണ് തഖ്വ? നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുക, അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുക. ഇതാണ് തഖ്വ. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അരുതായ്മകൾ, തിന്മകൾ വരുന്നുണ്ടെങ്കിൽ പോലും മനസ്സിനൊരു ഖേദം തോന്നണം. അതുമല്ലാത്ത പക്ഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൽ തിന്മകൾ ഒരുപാടുണ്ട്, ഹറാമുണ്ട്, ഫർളുകൾ ഒഴിവാക്കുന്നുണ്ട്, ഒരു കുറ്റബോധവും നമുക്ക് തോന്നുന്നില്ലെങ്കിൽ അത് പ്രശ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, എന്താണ് പ്രവാചകരെ തിന്മ? ഇസ്മ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ ഹാക ഫീ സദ്രിക്, നിന്റെ മനസ്സിൽ ഇടങ്ങാറുണ്ടാക്കുന്നതാണ് തിന്മ. തിന്മക്ക് അങ്ങനെയാണ്, അതിന്റെ പ്രകൃതം അങ്ങനെയാണ്. മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് തിന്മ സംഭവിച്ചാൽ അത് അവരുടെ മനസ്സിനെ കളങ്കപ്പെടുത്തും, കുറ്റബോധം അവരെ വേട്ടയാടും, വേണ്ടിയിരുന്നില്ല എന്ന റിഗ്രഷൻ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ ആലോചിക്കേണ്ട വേറൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളുടെ വിഷയത്തിൽ നമുക്കൊരു നിലക്കും മനസ്സിന് കുലുക്കമില്ലെങ്കിൽ അത് അമ്പേ അപകടമാണ്. ഖുർആൻ പറഞ്ഞു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഓരോ തിന്മകളും മനുഷ്യർ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് അവരുടെ ഹൃദയത്തിൽ കറുത്ത പുള്ളി വീണുകൊണ്ടിരിക്കും. ആ കറുത്ത പുള്ളി വീഴുന്നത് കാഠിന്യമേറിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുലുക്കം ഉണ്ടാകില്ല, പിന്നെ തിന്മകൾ സംഭവിക്കുകയും ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാകില്ല. കാണാത്തത് കണ്ടുപോകുമ്പോൾ ഒന്നാമത്തെ ദിവസം തോന്നിയ വേദനയും പ്രയാസവും മനോവിഷമവും പതുക്കെ പതുക്കെ ഇല്ലാതാകും. ആ നിലക്ക് തിന്മകളുമായി നമ്മൾ സമരസപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വലിയ അപകടമാണ്. ഹൃദയം മരവിച്ചിട്ടുണ്ട്, ഹൃദയം കറുകറുത്തു പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് മുന്നോട്ട് വരാൻ, കഴുകി കുളിച്ചു വരാൻ ഇതാണല്ലോ പറ്റിയ സമയം. 3 കാര്യങ്ങൾ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ ഖാമ ലൈലത്തൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാനിലെ 3 കർമ്മങ്ങളെ കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ 3 കാര്യങ്ങൾ നിർവഹിച്ചാൽ അള്ളാഹുവിന് മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും. ഒന്നെന്താ? നോമ്പ് നോക്കുക. റമളാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അത് നോമ്പാണ്. രാവിലെ മുതൽ തുലൂഉൽ ഫജ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം അവരെന്ത് ചെയ്യണം? അവർ ആ അന്നപാനീയങ്ങളിൽ നിന്ന്, ദേഹേച്ഛകളിൽ നിന്ന് മാറി നിൽക്കണം. എന്തിന്? അള്ളാഹു കൽപ്പിച്ചതിന്റെ പേരിൽ. അങ്ങനെ മാറി നിൽക്കുക, എന്നിട്ട് നോമ്പ് പൂർത്തിയാക്കുക. ആ നോമ്പ് ഈമാനോടെയാണെങ്കിൽ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ ആ നോമ്പ് കൊണ്ട് തന്നെ പൊറുക്കപ്പെടും. രണ്ടാമതൊരു കാര്യം, മൻ ഖാമ റമളാന, റമളാൻ മാസത്തിലെ രാത്രി നിസ്കാരം പതിവാക്കി നിസ്കരിക്കുന്നവരായ ആളുകൾ, അവർക്ക് അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും. മൂന്നാമത്തെ കാര്യം, ലൈലത്തുൽ ഖദ്ർ നിന്ന് നിസ്കരിക്കുന്നവർ, അവർക്ക് അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. സഹോദരങ്ങളെ, ഇത് 3 നമുക്ക് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തെ സ്വർഗ കവാടങ്ങൾ തുറന്നു വെച്ച്, നരക കവാടങ്ങൾ അടച്ചു വെച്ച്, മനസ്സിൽ നന്മയുള്ളവരെ, നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന പിശാചിനെയും ഞാൻ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്കുള്ള അവസരമാണ്. കുറച്ചെങ്കിലുമൊക്കെ നന്മയുടെ വിഷയത്തിൽ ആഗ്രഹമുണ്ടോ? നന്നാകണമെന്ന് തോന്നുന്നുണ്ടോ? ചീത്തയായ സ്വഭാവങ്ങളിൽ നിന്ന് ശുദ്ധിപ്പെടുത്തി വരണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് പറ്റിയ സമയമാണ് എന്ന് അള്ളാഹു പറഞ്ഞതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അത് ആർക്കേ പറ്റുള്ളൂ? 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടാകുക. ഒന്ന്, എന്റെ തഖ്വയുടെ നിലവാരം എന്താണ്? അത് ആത്മാർത്ഥമായി വിചാരണ സ്വയം നടത്താത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഈ ഖുതുബൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക, നമ്മളിൽ ഇപ്പൊ എന്താ മാറ്റാനുള്ളത്? അങ്ങനെ തോന്നുന്നുവെങ്കിൽ അപകടമാണ്. എന്നിൽ എന്താ മാറ്റാനുള്ളത്? ഞാനൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്, എന്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പോകുന്നുണ്ട്, എന്റെ നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല, എന്റെ മറ്റു കാര്യങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല, പിന്നെ നാട്ടിലെല്ലാവരും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അത് ആസ്വാദനത്തിന്റെ ഭാഗമായി എന്റെ ജീവിതത്തിൽ ഉള്ളത് ഒഴിച്ചു നിർത്തിയാൽ എനിക്ക് മാറാനില്ല എന്ന് നമ്മൾ തോന്നുന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം അപകടകരമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾക്ക് ആ ചിന്തയില്ലല്ലോ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം നമുക്ക് കാണാൻ പറ്റും. ലൗ നാദാ മുനാദിൻ മിനസ് സമാഇ അന്ന കുല്ലക്കും യദ്ഖുലൂന ജന്നത ഇല്ലാ റജുലൻ ഫഖിഫ്തു അനഹുവ. ആകാശത്ത് ലോകത്തുനിന്ന് വിളിച്ചു പറയുന്ന ഒരു അശരീരി ഞാൻ ഇങ്ങനെ കേൾക്കാണ്. എന്താ? അന്ന കുല്ലക്കും യദ്ഖുലൂനൽ ജന്ന, ഭൂമിയിലുള്ള മനുഷ്യരെ നിങ്ങൾ എല്ലാവരും സ്വർഗത്തിലാണ് എന്ന് വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടാൽ, ഇല്ലാ റജുലൻ, ആ സ്വർഗപ്രവേശനത്തിൽ ഒരാളെ തടയപ്പെടുള്ളൂ, ബാക്കി മനുഷ്യരൊക്കെ സ്വർഗത്തിലാണ് എന്നൊരാൾ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടാൽ ഫഖിഫ്തു അനഹുവ, എന്റെ പേടി ആ മാറ്റി നിർത്തപ്പെടുന്ന ഒരാൾ ഞാനായിരിക്കുമോ എന്നതാണ് എന്റെ പേടി എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര സന്ദർഭങ്ങളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി മുഖേന ഉമർ അള്ളാന്റെ സ്വർഗപ്രവേശനത്തെ സ്ഥിരപ്പെടുത്തി കൊടുത്തത്. സ്വർഗത്തിലെ അനുഭൂതികൾ കിട്ടുന്നത് എന്തൊക്കെയാണ് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിന്റെ പുറത്തേക്ക് കയറിയ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉഹുദ് ഇങ്ങനെ വിറകൊണ്ടു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്ബുത് യാ ഉഹുദ് ഫഇന്ന അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ. ഉഹുദേ, അടങ്ങ്, നിന്റെ മേലുള്ളത് നബിയാണ്,
സിദ്ദീഖാണ്, 2 ഷഹീദുകളാണ്. രക്തസാക്ഷിത്വം വഹിച്ച് ഇസ്ലാമിന്റെ പേരിൽ രക്തസാക്ഷിത്വം വഹിച്ച് സ്വർഗത്തിൽ പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടേറെ ഘട്ടത്തിൽ ഉറപ്പ് കൊടുത്ത ഉമർ റളിയല്ലാഹു അൻഹു തോന്നുന്നില്ല എനിക്ക് മാറാനൊന്നുമില്ല, ഞാൻ പെർഫെക്റ്റ് ആണ്, എന്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എന്ന് തോന്നുന്നില്ല. അപ്പോൾ സഹോദരങ്ങൾ, നമുക്ക് ഈ റമദാന്റെ മുന്നിൽ എത്തി നിൽക്കുമ്പോൾ മാറാനില്ല എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയം കടുത്തു പോയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതിനെ ശുദ്ധീകരിച്ചു കൊണ്ടുവരണം. ഒന്ന് ആലോചിച്ചാൽ, ഞാനും എന്റെ കർമ്മങ്ങളും മാത്രം ബാക്കിയാക്കുന്ന ഖബറിൽ നമ്മൾ ഏത് രൂപത്തിലായിരിക്കും പരിഗണിക്കപ്പെടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എല്ലാവരും പോയി ഖബറടക്കി കഴിഞ്ഞ് എല്ലാവരും മടങ്ങിപ്പോയാൽ ഒരു രൂപം മനുഷ്യനെ സ്വീകരിക്കും. ആ രൂപം അവന്റെ അമലുകളായിരിക്കും. സൽക്കർമ്മങ്ങളിലൂടെ ജീവിച്ചു പോയവർക്ക് ആ രൂപം നല്ല ഭംഗിയുള്ള സൗന്ദര്യത്തോടുകൂടെ അവനെ സ്വീകരിക്കും. അല്ല, കർമ്മങ്ങളെ രണ്ടും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു മിസ്കാലി ദർറത്ത് തിന്മയാണ് അധികം വരുന്നതെങ്കിൽ ആ രൂപം ഭയങ്കര വിരൂപിയുമായിരിക്കുന്ന സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും രഹസ്യവും പരസ്യവുമുള്ള ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ മുന്നിൽ നിർത്തി ഏത് രൂപമായിരിക്കും നമ്മളെ സ്വീകരിക്കുക എന്ന് എനിക്കറിയാം. എന്റെ കൂടെ ഉള്ള ആർക്കും അറിയില്ലെങ്കിലും എനിക്കറിയാം. അതിനെ ശുദ്ധീകരിച്ചെടുക്കാൻ അള്ളാഹുവിന്റെ മുന്നിൽ കുറച്ച് മെനക്കെടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ അതിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി മഗ്ഫിറത്ത് കൊണ്ട് റഹ്മത്ത് കൊണ്ട് അള്ളാഹു അവന്റെ അടിമകളെ പൊതിയുന്ന ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് നല്ല ബോധമുണ്ടാകണം. ഞാൻ ഉണ്ടാകേണ്ടത് അമാന്തിച്ച് നിൽക്കുന്നവരുടെ കൂട്ടത്തിലാകാൻ പാടില്ല. ടെക്നിക്കലി നോമ്പ് നോക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ മാറ്റി നിർത്തി പരിശ്രമിക്കുന്ന എല്ലാവരുടെയും നോമ്പ് നോമ്പല്ല എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുബ്ബ സ്വായിമിൻ, എത്ര നോമ്പുകാരാണ്, കുറച്ചല്ല കുറേ നോമ്പുകാരുണ്ട്. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. ശരി, അത് നോമ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷെ ആ ഭക്ഷണത്തിന്റെയും വിശപ്പിന്റെയും അപ്പുറത്ത് ഒന്നും നേടാത്ത എത്ര നോമ്പുകാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂ. 30 ദിവസത്തെ നോമ്പുകൊണ്ട് എന്ത് കിട്ടി? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതെ നിന്ന വിശപ്പ് മാത്രം ബാക്കിയായി. റയ്യാൻ എന്ന കവാടത്തിലേക്ക് അവരില്ല. അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നോമ്പുകാർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു സന്തോഷത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, ലിസ്വായിമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. ഒരു സന്തോഷം നോമ്പ് തുറക്കുന്ന വേളയിലുള്ള സന്തോഷം, അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശപ്പടക്കി പിടിച്ച എല്ലാവർക്കും കിട്ടുന്ന സന്തോഷമാണ്. രണ്ടാമത്തേത്, നോമ്പുകാരൻ നോമ്പുകാലത്തെ ജീവിതത്തിൽ അവന്റെ പ്രയത്നം കൊണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ട്, ഖുർആൻ പാരായണം കൊണ്ട്, സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ട്, പ്രാർത്ഥനകളെ കൊണ്ട്, ദാനധർമ്മങ്ങളെ കൊണ്ട് അവൻ അള്ളാഹുവിനോട് അടുപ്പമുണ്ടാക്കിയതിന്റെ ശേഷം അവൻ കണ്ടെത്തുന്ന ഒരു നിർവൃതിയുണ്ട്. അത് നോമ്പ് ആസ്വദിച്ച് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അല്ലാത്തവരുടെ നോമ്പോ വെറും വിശപ്പ് മാത്രമായിരിക്കും. സഹോദരങ്ങളെ, ഈ റമദാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് അങ്ങനെ വെറുതെ വിശപ്പ് മാത്രമായി പോകാൻ പാടില്ല. അതിനെന്ത് വേണം? നമ്മൾ തീരുമാനിക്കാം. നമ്മുടെ സമയത്തിൽ നിന്ന് ഖുർആൻ പാരായണത്തിന് നല്ലൊരു സമയം നമ്മൾ കൊടുക്കണം. നോക്കൂ, മുൻഗാമികളൊക്കെ 3 ദിവസം കൊണ്ട് ഖത്മ് പൂർത്തിയാക്കിയവർ, 1 ദിവസം കൊണ്ട് ഖത്മ് പൂർത്തിയാക്കിയവർ, 1 ആഴ്ച കൊണ്ട് ഖത്മ് പൂർത്തിയാക്കിയവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് എല്ലാ മാസവും എല്ലാ വർഷത്തിലും റമദാൻ മാസം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആന്റെ ഹിഫ്ള് പരിശോധിക്കാൻ റമദാൻ മാസത്തെ തിരഞ്ഞെടുക്കും. എന്താ അത് നമ്മളെ പഠിപ്പിക്കുന്നത്? പണ്ഡിതന്മാർ പഠിപ്പിക്കാൻ റമദാനിൽ ഒരു വിശ്വാസി ഖുർആനുമായുള്ള അവന്റെ ബന്ധത്തെ ദൃഢമാക്കിയെടുക്കേണ്ടതിന്റെ കാര്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അസ്സിയാം വൽ ഖുർആൻ യുശഫിആനി ലി അസ്ഹാബിഹി. നോമ്പ് ഖുർആനും അതിന്റെ ആളുകൾക്ക് വേണ്ടി ശഫാഅത്ത് പറയും. എന്താ നോമ്പ് പറയാ? നോമ്പ് പറയും അവന്റെ വികാരത്തെ, വിശപ്പിനെ പകൽ സമയത്ത് ഞാൻ തടഞ്ഞു വെച്ചു എന്ന് അള്ളാഹുവിനോട് ശഫാഅത്തിനെ പറയും. ഖുർആൻ പറയും മനഅതുഹു മിനൻ നൗം, അവന്റെ ഉറക്കിൽ നിന്ന് ഞാനാണ് തടഞ്ഞു വെച്ചത് എന്ന് ഖുർആൻ പറയും. അപ്പൊ രാത്രിയാണ്, റമദാന്റെ രാത്രി സമയത്താണ് ഖുർആൻ ഓതാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടത് എന്ന് ഈ ഹദീസ് വിശദീകരിച്ച് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുദാറസത്തിന് വേണ്ടി വരുമായിരുന്ന സമയം അത് രാത്രിയാണ് എന്ന് ഹദീസിലെ പ്രയോഗങ്ങളിലുണ്ട്. അപ്പൊ രാത്രി സമയം അത് അങ്ങാടിയിൽ തിരിഞ്ഞു നടന്ന് വെറുതെ സംസാരിച്ച്, തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ ഒരാവശ്യമില്ലെങ്കിൽ 1-2 മണിക്കൂർ വെറുതെ വർത്തമാനങ്ങൾ പറഞ്ഞ്, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആർക്കും ഉപകാരമില്ലാത്ത രാഷ്ട്രീയ വർത്തമാനങ്ങളെ പറഞ്ഞ് ഈ പകൽ രാവുകളെ നമ്മൾ വെറുതെ കളയാൻ പാടില്ല. ഇതിന്റെ സമയത്തെ ഏറ്റവും നന്നായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ ചില തീരുമാനങ്ങൾ ഉണ്ടാകണം. ഇത് നിസ്കാരത്തെ ഏറ്റവും കൃത്യമാക്കി എടുക്കാൻ ഈ റമദാനിൽ നമുക്ക് സാധിക്കണം. ജമാഅത്ത് നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി എടുക്കാൻ ഈ റമദാനിൽ ഒരു പരിശ്രമം നമ്മൾ നടത്തണം. അങ്ങനെ ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പെരുന്നാളിന്റെ ദിവസം മനുഷ്യരോട് പറയുമായിരുന്നു എന്നാണ്, ഇന്നക്കും സുംതും ലില്ലാഹി സലാസീന യൗമ വഖുംതും ലില്ലാഹി സലാസീന യൗമ വഖറജ്തുമുൽ യൗമ അയ്യതഖബ്ബലല്ലാഹു മിൻകും. പെരുന്നാളിന്റെ ദിവസം പുതുവസ്ത്രം ധരിക്കുന്ന ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്ന സന്തോഷം എന്താ? അത് വെറും വസ്ത്രം ധരിക്കുന്നു, എല്ലാവരും കൂടുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു എന്നത് മാത്രമല്ല, അത് സന്തോഷത്തിന്റെ ഭാഗമാണ്. പക്ഷെ മുഅ്മിന് തോന്നുന്ന വലിയ സന്തോഷം എന്താണ്? ഇന്നക്കും സുംതും ലില്ലാഹി സലാസീന യൗമ, കഴിഞ്ഞ 30 ദിവസം
അള്ളാഹുവിന് വേണ്ടി മാത്രം, വേറൊരാഗ്രഹമല്ല, അള്ളാഹുവിന് വേണ്ടി മാത്രം പരിശ്രമിച്ച് നോമ്പ് നോറ്റു. വഖുംതും ലില്ലാഹി സലാസീന യൗമ, അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച്, അവന്റെ കാരുണ്യത്തെ ആഗ്രഹിച്ച്, മഗ്ഫിറത്ത് പ്രതീക്ഷിച്ച് 30 ദിവസം രാത്രി നിസ്കരിച്ചു, പരിശ്രമിച്ചു. അയ്യത്തക്കബ്ബൽ അല്ലാഹു മിൻകും, ആ കർമ്മങ്ങളൊക്കെ റബ്ബേ സ്വീകരിക്കണേ എന്ന മാനസികാവസ്ഥയിലാണ് പെരുന്നാളിന്റെ സന്തോഷം. ഇതൊന്നുമില്ലാത്തവർ, റമളാനിലെ നന്മകളുടെ വേടുകൾ വർദ്ധിപ്പിക്കാത്തവർ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാത്തവർ, തൗബ വർദ്ധിപ്പിക്കാത്തവർ, അള്ളാഹുവിനോടുള്ള സംസാരം ലെവലേശം വർദ്ധിപ്പിക്കാത്തവർ, റമളാനിന്റെ പകലിൽ നാവും കണ്ണും ശരീരവും നിയന്ത്രിക്കാൻ പരിശ്രമിക്കാത്തവർ, അവർക്ക് റമളാനിന്റെ ചൈതന്യവും തഖ്വയും ഒക്കെ എവിടെ നിന്ന് കിട്ടും? അവര് പറയും റമളാന്റെ അവസാനം കഴിഞ്ഞ് പെരുന്നാളിലേക്ക് കിടക്കുമ്പോൾ പെരുന്നാളൊന്നും ഇപ്പൊ പണ്ടത്തെ പോലെ ഒരു രസമൊന്നുമില്ല, പണ്ടത്തെ പോലെ ഒരു ഹരമൊന്നുമില്ല എന്ന് പറയുന്നവർ റമളാന്റെ 30 ദിവസത്തിലെ ഈമാനിന്റെ ഹലാവത്ത്, മാധുര്യം നുകരാൻ പരിശ്രമിക്കാത്തവരായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ മാറ്റി നിർത്തുന്നത് മാത്രമല്ല നോമ്പ്, അത് മാത്രം പ്രവർത്തിക്കുന്നവർ അവരുടെ വിശപ്പ് മാത്രമായി തീരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകാൻ പാടില്ല. നന്മയുടെ ഏട് വളരെയധികം വർദ്ധിച്ച് തിന്മയിൽ നിന്ന് ദൂരെ നിന്ന് അള്ളാഹുവിലേക്ക് അടുക്കാനാണ് നമുക്ക് പറ്റേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ 180 തുടങ്ങി 200 വരെയുള്ള ആയത്തിൽ റമളാനിന്റെ ദിവസത്തിലെ പകൽ സമയത്തെ രാത്രിയിലെ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകും. നോക്കൂ, റമളാനിന്റെ ഹുക്മുകൾ പറയുന്നതിനിടയിൽ അതിനോട് ചേർന്ന് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിക്കുന്നവൻ ഞാൻ ഉത്തരം നൽകും, എന്നോട് ചോദിക്കട്ടെ എന്നും ഒക്കെ പറയുന്ന ഈ ആയത്ത് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? അത് തഫ്സീറിൽ മുഫസ്സിറുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നോമ്പുകാരൻ ചോദിച്ചാൽ അള്ളാഹു തട്ടിക്കളയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. എന്താ കാരണം? നോമ്പിലെ അവന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് അവൻ റബ്ബിന്റെ അടുപ്പക്കാരനായി കഴിഞ്ഞാൽ പിന്നെ റബ്ബിനോട് ചോദിച്ചാൽ, ആ അടിമ ചോദിച്ചാൽ റബ്ബിന് തിരസ്കരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു അടിമ നോമ്പുകാലത്തെ പ്രവർത്തനം കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കും. അപ്രഭു പറയുന്നതാണത്, എന്നോട് ചോദിക്കട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകുമെന്ന്. ആ പശ്ചാത്തലം അതിനുണ്ട് എന്ന് മുഫസ്സിറുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ നിലക്ക് അള്ളാഹുമായുള്ള ബന്ധത്തെ ദൃഢപ്പെടുത്താൻ ബോധപൂർവമായി ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആകാശ ലോകത്തുനിന്ന് നന്മ കൊതിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരൂ എന്ന് പറയുമ്പോൾ സ്വഫിലും നന്മയുടെ മേഖലകളിലും മുന്നിൽ നിൽക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കണം. ആ നിലക്ക് ഈ റമളാനെ പ്രയോജനപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين وبه نستعين والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. കഴിഞ്ഞ ആഴ്ചയിലെ ഖുത്ബയിൽ റമളാനുമായി ബന്ധപ്പെട്ട് ചില വിധിവിലക്കുകളെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. മാസപ്പിറവിയും നിയ്യത്തും ആ നിലക്ക് നമ്മൾ പറഞ്ഞു. മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പെട്ടെന്ന് സൂചിപ്പിക്കാനുള്ളത്, റമളാനിന്റെ പകൽ സമയത്ത് നോമ്പ് മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങൾ വന്നിട്ടില്ലാത്ത എന്നാൽ ചില വസ്വാസുകൾ പൊതുവെ ആളുകൾക്കിടയിലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മിസ്വാക്ക് ചെയ്യാൻ പാടില്ല, ബ്രഷ് ചെയ്യാൻ പാടില്ല. ബ്രഷ് ചെയ്താൽ നോമ്പിന്റെ പകലിൽ ബ്രഷ് ചെയ്താൽ പിന്നെ അവന് നോമ്പ് മുറിഞ്ഞു പോകും എന്ന് പറഞ്ഞത് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ നമുക്കറിയാം, നോമ്പ് മുറിച്ചു കളയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ വയറിലേക്ക്, വായിലൂടെയോ മൂക്കിലൂടെയോ അല്ലെങ്കിൽ സമാനമായ ഇങ്ങനെ വായിലേക്ക് എത്തുന്ന ഏതെങ്കിലും ഒക്കെ ഒരു ഭാഗത്തൂടെ വെള്ളമോ ഭക്ഷണമോ ഒക്കെ ഇറക്കുക എന്നതാണ് നോമ്പ് മുറിക്കുന്ന ഘടകം. അല്ല, വായ നനയുന്നു എന്നത് ഒരിക്കലും നോമ്പ് മുറിക്കുന്ന ഒരു ഘടകമല്ല. അതുകൊണ്ട് തന്നെ മിസ്വാക്ക് ചെയ്യണം. ഒരാളും എന്താക്കാൻ പാടില്ല, നോമ്പുകാരനാണ് എന്ന് കരുതി മിസ്വാക്ക് ചെയ്യാതെ ബ്രഷ് ചെയ്യാതെ അത് എന്നിട്ട് ചുറ്റും നിൽക്കുന്ന ആളുകൾക്കൊക്കെ അതിന്റെ ഒരു ദുർഗന്ധം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എവിടെയും ഹദീസുകളുടെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ബ്രഷ് ചെയ്താൽ നോമ്പ് മുറിയും, മിസ്വാക്ക് ചെയ്താൽ നോമ്പ് മുറിയും എന്നൊരു സംഭവമല്ല. അതുപോലെ തന്നെ ബ്രഷിന് കൂടെ പേസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ മിസ്വാക്ക് എന്ന് പറയുന്നത് അത് വെറും നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് പോലെ അല്ലല്ലോ. അതിൻ്റെതായ ഒരു ചുവയും അതിനൊരു രസമൊക്കെ ഉണ്ട്. അതുണ്ടാകുമ്പോൾ തന്നെയാണ് അത് പറ്റുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലെ കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട്. അതുകൊണ്ട് വായ ദുർഗന്ധം നമിപ്പിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ നോമ്പുകാരനാണ് എന്നൊരു അഡ്വാൻറ്റേജ് ഇല്ലെങ്കിൽ എന്നൊരു കാരണം കൊണ്ട് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകാൻ പാടില്ല. മിസ്വാക്ക് ചെയ്യാം, അത് നമ്മുടെ നോമ്പിനെ മുറിക്കുകയില്ല. നോമ്പ് മുറിയണമെങ്കിൽ മിസ്വാക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ബോധപൂർവ്വം നമ്മുടെ വായിൽ നിന്ന് വെള്ളം ഇറക്കിയാൽ അത് നോമ്പ് മുറിയും. അല്ലാത്ത പക്ഷം അത് നോമ്പ് മുറിച്ച് കളയുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ
നോമ്പ് പകൽ സമയത്ത് അത്തർ ഉപയോഗിക്കുന്നതിന് ഇത്തരത്തിലൊന്നും ഒരു തടസ്സമില്ല. യഥാർത്ഥത്തിൽ അതൊന്നുമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഒന്നുമല്ല നമ്മുടെ ശ്രദ്ധ ഉണ്ടാകേണ്ടത്, മറിച്ച് ആത്മീയമായ ഒരു ഉണർവിന് വേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ റമളാൻ ആകുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ രാത്രി നിസ്കാരമുണ്ട്. അത് ഒരു റക്അത്താണെങ്കിൽ ഒരു റക്അത്ത്, മൂന്ന് റക്അത്തൊക്കെ നിസ്കരിക്കാം, എത്ര റക്അത്ത് നിസ്കരിക്കാം. ഒറ്റയാക്കി അവസാനിപ്പിക്കണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അതാണ് രാത്രി നിസ്കാരങ്ങളുടെ ഭാഗത്തുള്ളത്. അതിൽ തന്നെ റമളാനിലെ രാത്രി നിസ്കാരം അത് കൂടുതൽ പുണ്യമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും രാത്രി റമളാനിൽ നിസ്കരിച്ചാൽ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന പ്രവാചകന്റെ ഹദീസുണ്ട്. അതിനർത്ഥം അത് നമ്മൾ പേര് പറയാ തറാവീഹ് നിസ്കാരം എന്നാണ്. പല പേരുകളും രാത്രി നിസ്കാരം തന്നെ രാത്രിയുടെ അന്ത്യാമങ്ങളായിട്ട് നിസ്കരിക്കുമ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ അതിന് തഹജ്ജുദ് എന്ന് പേര് പറയും. അല്ലെങ്കിൽ പിന്നെ രാത്രിയിൽ ഒരു റക്അത്തോ മൂന്ന് റക്അത്തോ മാത്രമാക്കി നിസ്കരിക്കുന്ന ഒരു ഘട്ടം വന്നാൽ അതിന് നമ്മൾ സ്വലാത്തുൽ വിത്ർ എന്ന് പറയും. അങ്ങനെ വ്യത്യസ്തങ്ങളായ പേര് പറയും. റമളാനിൽ രാത്രി നിസ്കരിക്കുമ്പോൾ നമ്മൾ അത് സാധാരണ പറയാ തറാവീഹ് നിസ്കാരം എന്ന. രണ്ട് റക്അത്ത് നിസ്കരിച്ച് നമ്മളിങ്ങനെ പൂർത്തീകരിക്കും. അതിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത്, തറാവീഹ് നിസ്കാരത്തെക്കാൾ കൂടുതൽ ശ്രദ്ധ സ്വാഭാവികമായി നമുക്ക് ഉണ്ടാകേണ്ടത് ഫർളിന്റെ കാര്യങ്ങളിലാണ്. കാരണം തറാവീഹ് നിസ്കരിക്കാത്ത ഒരാളോട് അള്ളാഹു എന്തുകൊണ്ട് നിസ്കരിച്ചില്ല എന്ന് ചോദിക്കില്ല, പക്ഷേ ഇശാ നിസ്കാരത്തെ കുറിച്ച് ചോദിക്കും. അപ്പൊ കൂടുതൽ പരിഗണനയും മുൻഗണനയും ഉണ്ടാകേണ്ടത് എപ്പോഴും ഫർള് നിസ്കാരങ്ങൾക്കാണ്, ഫർളായ കർമ്മങ്ങൾക്കാണ്. ഇശാ നിസ്കാരത്തിന് എത്താൻ ശ്രമിക്കാതെ തറാവീഹ് ആകുമ്പോഴേക്കൊക്കെ ഇങ്ങനെ എത്തിച്ചേരാൻ ശ്രമിക്കുന്ന ഒരു പൊതുവെ മനോഭാവം. റമളാൻ ആയാൽ തറാവീഹിന് മുൻഗണന അങ്ങനെയില്ല. തറാവീഹ് വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ്, മുറിച്ചു കളയാൻ പാടില്ല. ഒറ്റക്കായാലും ഇനി ഒരു കാരണവശാലും പള്ളിയിൽ കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ റമളാനിൽ രാത്രി വീട്ടിൽ നിന്നായാലൊക്കെ നിസ്കരിക്കണം, അതിന് നമ്മൾ കണിശത കാണിക്കണം. പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം ജമാഅത്ത് നിസ്കാരങ്ങൾക്ക്, ഫർള് നിസ്കാരങ്ങൾക്ക് കൊടുക്കണം. അതോടൊപ്പം തറാവീഹ് നിസ്കാരത്തിൽ ഏറ്റവും നല്ല ഒരു അനുകരണീയമായ ഒരു രീതി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഇമാമിന്റെ കൂടെ രാത്രി തറാവീഹ് നിസ്കാരം, രാത്രി നിസ്കാരത്തെ പൂർത്തീകരിച്ചാൽ അവൻ പിന്നെ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചവന്റെ കൂലിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ചിലർ ഇമാമിന്റെ കൂടെ നമ്മൾ തറാവീഹ് നിസ്കരിക്കാൻ ആരംഭിച്ചാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠം എന്താണ്, ആ ഇമാമിന്റെ കൂടെ തന്നെ ആ തറാവീഹ് പൂർത്തിയാക്കലാണ്. കാരണം ആ തറാവീഹ് അങ്ങനെ തന്നെ ഇമാമ സലാം വീട്ടുന്നത് വരെ നമ്മൾ പൂർത്തിയാക്കിയാൽ ആ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചതിന്റെ കൂലി നമുക്ക് കിട്ടും. അത് വേറെ രൂപത്തിൽ നമുക്ക് കിട്ടില്ല. അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നോമ്പ് തുറയുടെ സമയം എല്ലാ കാലത്തും അങ്ങനത്തെ ഇപ്പൊ തറാവീഹ് നിസ്കാരത്തിന്റെ എണ്ണം അതൊന്നും ഒരിക്കലും പിന്നെ ഒരു തർക്ക വിഷയമായി മാറേണ്ട കാര്യമല്ല. അങ്ങനത്തെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ സമയത്തെ എന്താക്കാൻ പാടില്ല, അപഹരിച്ചെടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നോമ്പ് തുറയുടെ സമയം, നോമ്പ് തുറക്കേണ്ടത് മഗ്രിബ് ബാങ്കിന്റെ സമയത്താണ് എന്ന് അറിയാത്തൊരു വിശ്വാസിയില്ലല്ലോ. ഓരോ നാട്ടിലും എപ്പോഴാണ് മഗ്രിബിന്റെ സമയം എന്നറിയാൻ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും അവരുടേതായ സൗകര്യങ്ങളുണ്ട്. നമ്മുടെ ഫോൺ എടുത്ത് വെറുതെ നമ്മൾ ഉപയോഗിക്കുന്ന AI സംവിധാനങ്ങളോട് ചോദിച്ചാൽ മതി, ഞാൻ ഇന്ന സ്ഥലത്താണ് നിൽക്കുന്നത്, ഇവിടെ മഗ്രിബ് എപ്പോഴാണ്, സൂര്യാസ്തമയം എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ആ സമയം കിട്ടും. അതിനപ്പുറത്തേക്ക് ഒരു വൈര്യവും തർക്കവും ഒന്നും ഉണ്ടാകേണ്ട ഒരു കാര്യമല്ല. മാത്രമല്ല മഗ്രിബിന്റെ സമയമായാൽ നോമ്പ് തുറക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യസാലു ഉമ്മത്തി ബിഖൈരിൻ മാ അജ്ജലു അൽ ഫിത്ർ. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നത് വരെ എന്റെ സമൂഹം നന്മയിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ സുന്നത്ത് എന്താ, നോമ്പ് ഇങ്ങനെ തുറക്കാൻ വൈകിപ്പിക്കുന്നത് തഖ്വയുടെ ഭാഗമല്ല. അങ്ങനെ ചിലരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നോമ്പ് പ്രയാസപ്പെടുകയാണല്ലോ, എന്നാൽ ആ പ്രയാസം ഇരട്ടിയാകട്ടെ, എനിക്കത് തുറക്കാൻ വലിയ തിരക്കൊന്നുമില്ല എന്ന് കണ്ടാൽ ആ നോമ്പ് കുറച്ചുകൂടി ഉഷാറാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നോമ്പ് തുറയുടെ സമയമായാൽ, അത് ആകുന്നു എന്ന് മനസ്സിലായാൽ ധൃതി കൂട്ടി നോമ്പ് തുറക്കണം എന്നാണ്. സമയം ആകുന്നതിന് മുന്നേ തുറക്കാൻ പാടില്ല, പക്ഷെ ആയാൽ പെട്ടെന്ന് നോമ്പ് തുറക്കണം. ആ കാലത്തോളം ഉമ്മത്ത് ഖൈറിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെ നമ്മൾ മറക്കാതെ ഓർമ്മയിൽ കൊണ്ടു നടക്കണമെന്ന് ഓർമ്മിപ്പിക്കാൻ. അതോടൊപ്പം സമയങ്ങളെ നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം. ഇപ്പൊ ഫജറിന്റെ സമയം നമ്മളെല്ലാവരും എഴുന്നേൽക്കും, അത്താഴത്തിന് വേണ്ടി നമ്മളെല്ലാവരും എഴുന്നേൽക്കും. അത്താഴം കഴിക്കാതെ പിന്നെ ഫർള് നോമ്പ് നോക്കരുത്, അത് ഹറാമൊന്നുമല്ല, നോമ്പ് സ്വഹിയാവും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു ഫഇന്ന ഫി സഹൂരി ലബറക, നിങ്ങൾ അത്താഴം കഴിക്കണം, ആ അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. നമുക്ക് ചിലപ്പോൾ ശാരീരികമായി അതൊന്നും കഴിക്കാതെ നോമ്പെടുക്കാൻ പറ്റിയിരിക്കും. പക്ഷെ അങ്ങനെ എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് ലഘുവായതെങ്കിലും കാരക്കയോ വെള്ളമോ വളരെ ലഘുവായതെങ്കിലും കഴിച്ച് അത്താഴത്തിന്റെ നിയത്തിൽ നമ്മൾ എഴുന്നേറ്റ് അത് ചെയ്താലുള്ള ഗുണം എന്താ, ബർക്കത്തുണ്ടാകും. മാത്രമല്ല ഖുർആൻ 2 തവണയാണ് ആ സമയത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞത്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അത്താഴ വേളകളിൽ മുഅ്മിനീകൾ ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവരായിരിക്കും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് അത്താഴമൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് കുറച്ച് കിട്ടുന്ന സമയം അത് നമ്മൾ മൊബൈൽ ഫോൺ ഓണാക്കി ഈ പറയുന്ന രാഷ്ട്രീയ വാർത്തകളും മറ്റൊക്കെ നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. ആ സമയം
പ്രാർത്ഥിക്കാനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഇസ്തിഗ്ഫാറിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. ഇരുന്നോ കിടന്നോ അല്ലെങ്കിൽ പള്ളിയിലേക്ക് ചെന്നോ ഒക്കെ ഖുർആൻ പാരായണം ചെയ്തും പ്രാർത്ഥിച്ചുമൊക്കെ ആ സമയം നമ്മൾ ഏതായാലും എഴുന്നേൽക്കുന്ന ആ സമയത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നോമ്പ് തുറക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വേളയാണ്, അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ നോമ്പ് കാലത്ത് നമ്മുടെ അരികിലേക്ക് വരുന്ന ഒരുപാട് നന്മയുടെ അവസരങ്ങൾ ഉണ്ടാകും. അതൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇപ്പോഴേ പ്ലാനിങ് ഉണ്ടാകണം. നമ്മുടെ ഒരു വരുമാനത്തിനനുസരിച്ച് നമ്മൾ തീരുമാനിക്കണം, ഇത്ര ശതമാനം ഈ റമദാനിൽ എൻ്റെ അരികിൽ ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് അല്ലാതെയും ഒക്കെ ആയി നന്മയുടെ ഭാഗമായി അന്വേഷിച്ച് എൻ്റെ മുന്നിൽ വരുന്നവർക്ക് കൊടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യണം. അത് പ്ലാൻ ചെയ്താലേ നടക്കുള്ളൂ. ഉണ്ടാക്കുമ്പോൾ കൊടുക്കുക എന്ന് വിചാരിക്കുന്നവർ ആരും കൊടുക്കാറില്ല. ഉള്ളതിൽ നിന്ന് പകുത്തു കൊടുക്കണമെന്ന് വിചാരിക്കുന്നവർ റമദാനിൽ കൊടുക്കും. അതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ വരുമാനം, ആ വരുമാനത്തിനനുസരിച്ച് നന്മക്ക് ഒരുപാട് പ്രതിഫലമുള്ള ഈ സമയത്ത് നമ്മൾ തേടി ഇങ്ങോട്ട് ആളുകൾ വരുന്നത് വലിയ തൗഫീഖാണല്ലോ. നമ്മളോട് 5 10 ഒക്കെ ചോദിച്ച നന്മയുടെ മാർഗത്തിൽ ഇങ്ങോട്ട് വരുന്നത് അത് നമുക്ക് വലിയ തൗഫീഖാണ്. കൊടുത്താൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. അത് എന്നെന്നും നമ്മുടെ ഖബറിലും പരലോകത്തൊക്കെ ഉണ്ടാകും. അത് പിന്നെ ഈ റമദാനിൽ പ്രത്യേകം അങ്ങനെ വരുന്ന പല നിലക്ക് നമ്മളെ സമീപിക്കുന്ന ആളുകളുണ്ടാവും. വ്യക്തിപരമായി, സാമൂഹ്യപരമായി ഈ റമദാനിലാണ് പലപ്പോഴും അങ്ങനത്തെ ഒരുപാട് ഹൈറായ കാര്യങ്ങൾ നടന്നു പോകാനുള്ള ഇന്ധനം ശേഖരിക്കുന്നത്. അതുകൊണ്ട് അത് കണ്ടറിഞ്ഞ് റമദാൻ അല്ലാത്തപ്പോൾ ഇവർ നമ്മുടെ അരികിലേക്ക് വരുന്നില്ലല്ലോ, റമദാൻ ആവുമ്പോഴാണ് വരുന്നത്. ഇത് ഇപ്പോൾ അന്വേഷിച്ച് എൻ്റെ അരികിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതെനിക്ക് മുന്നിൽ ഒരു വാതിലാണെന്ന് തിരിച്ചറിഞ്ഞ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ നടത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളിയുടെ ഇത്തരം എല്ലാ സംവിധാനങ്ങൾക്കും ഈ പള്ളിയെ ഉപയോഗിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മുടെ ഒരു നല്ല ഷെയർ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫത്തറ സ്വായിമൻ, ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അവന് ആ നോമ്പുകാരന് നോമ്പിന്റെ പ്രതിഫലം ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. അത് നോമ്പുകാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഇബാദത്താണ്. അല്ലാത്ത സമയത്ത് നമുക്ക് ഓപ്പണായി കിട്ടാത്ത കാര്യമാണ്. നമ്മുടെ പള്ളി പ്രത്യേകിച്ചും നമുക്കറിയാം ഇതൊരു അരികത്തുള്ള പള്ളിയാണ്. മാത്രമല്ല ഒരുപാട് വീട് വിട്ട് താമസിക്കുന്ന ഒരുപാട് ആളുകൾ റമദാനിലെ നോമ്പ് തുറക്ക് അവലംബിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ റമദാനുകളിലൊക്കെ ചെയ്തതുപോലെ ഈ റമദാനിലും ഇൻഷാ അല്ലാഹ് റമദാൻ എല്ലാ നോമ്പിനും നോമ്പ് തുറക്കുള്ള സൗകര്യം ഇവിടെ ഒരുക്കുന്നുണ്ട്. അഥവാ തുറന്ന് അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും കൊടുക്കുന്ന രൂപത്തിൽ നമ്മൾ ഇവിടെ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് പിന്നെ ഒരു ദിവസം ഏകദേശം ഒരു 8500 രൂപയാണ് ഒരു ദിവസം മൊത്തം നമ്മുടെ ചെലവായിട്ടുണ്ടാവുക. അതിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഇന്ന് ഇപ്പൊ നമ്മൾ ഒരുങ്ങി വന്നതായിരിക്കില്ല, ഇന്നല്ല റമദാനിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അത് വളരെ നന്നായി. എപ്പോഴായാലും കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ബാധ്യത വരാത്ത രൂപത്തിൽ ഒട്ടേറെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തെ ഒരു ആളെ നോമ്പ് തുറപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള ഒരു സഹായം നമ്മൾ നിയത്താക്കണമെന്ന് കൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും ഹൈറായ കർമ്മങ്ങളിലൂടെ ആഫിയത്തോടുകൂടെ എല്ലാ ഹൈറായ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ ഈ റമദാനിൽ നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഈമാനോടെ ഇഹ്തിസാബോടെ നോമ്പ് നോക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ, ഈമാനോടെ ഇഹ്തിസാബോടെ റമദാന്റെ രാത്രി നിസ്കരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ലൈലത്തുൽ ഖദറിന്റെ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. റമദാനിലെ രാത്രികളിൽ നീ നരകമോചനം നൽകുമ്പോൾ ഏതെങ്കിലും ഒരു രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ പരിഗണിച്ച് നരകമോചിതരാക്കി മോചിതരാകാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. പ്രവാചകന്മാരുടെ സിദ്ദീഖീങ്ങളുടെ ശുഹദാക്കളുടെ കൂടെ സ്വർഗീയ അനുഭൂതി ആസ്വദിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ജീവിതത്തിൽ വന്നിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുകൊടുത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا ولوالدينا من النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين. آمين آمين برحمتك يا أرحم الراحمين.